നമസ്കാരം. വളരെയേറെ രസകരമായതും അതേസമയം സുപ്രധാനവുമായ ഒരു ചോദ്യമാണ് വാട്സപ്പിൽ ലഭിച്ചു. നാം ഈ കണ്ട ക്ഷേത്രങ്ങളിലെല്ലാം കയറി ഇറങ്ങുന്നു, നാമജപം ജപിക്കുന്നു, ദൈവങ്ങൾക്ക് കണ്ണില്ലേ നമ്മുടെ വേദന ഇല്ലെങ്കിൽ ദോഷങ്ങൾ മാറ്റുവാനായി? ഇതാണ് ചോദ്യം. ശരിയാണ്, വളരെയേറെ ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നാം ക്ഷേത്രങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനകൾ വിഫലമാകുന്നു, കുറേ പ്രാർത്ഥനകൾ സക്സസ്ഫുൾ ആകുന്നു. അങ്ങനെ അനുഭവം പലതരത്തിലാണ്. അനുഭവം തന്നെയാണ് ഗുരു. അപ്പോൾ ഇങ്ങനെ ഈ വേദനകൾ അനുഭവിക്കുമ്പോൾ ഒരിക്കലും ആ വേദന ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് മരുന്ന് വാങ്ങിച്ച് നൽകുവാൻ സാധിക്കും. കുട്ടിക്ക് വയ്യ, വയറുവേദന അനുഭവിക്കുന്നു, മരുന്ന് വാങ്ങിച്ച് കൊടുക്കുവാൻ സാധിക്കും, നല്ല ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കും, പരിചരിക്കുവാൻ സാധിക്കും. പക്ഷേ കുട്ടിയുടെ വേദന അച്ഛനമ്മമാർക്ക് വാങ്ങിച്ച് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് എങ്ങനെ ചിന്തിച്ചാലും ധർമ്മം എന്നുള്ള ഒരു അവസ്ഥ, സനാതന ധർമ്മം, ആ മൂല്യങ്ങളെ ചിന്തിച്ചാലും കർമ്മം കർമ്മഫലത്തിലേക്ക് നാം ചെന്നെത്തും. അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതൈരപി. ഈ കർമ്മഫലം അനുഭവിക്കാതെ പോവില്ല എന്നുള്ള വസ്തുത, ഈ ഒരൊറ്റ ശ്ലോകം മാത്രം മതി നമുക്ക് ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്. വേദങ്ങൾ പഠിക്കണം, ശാസ്ത്രങ്ങൾ പഠിക്കണം, അതൊന്നും നിരുത്സാഹപ്പെടുത്തുന്നില്ല, അതവിടെ കിടക്കട്ടെ. സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു വിഷയമാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഈ ശ്ലോകം തന്നെയാണ് അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം. ഇവിടെ ദൈവത്തിനും ഈശ്വരനുമൊക്കെ ഇതെല്ലാം കൂടി എടുത്ത് മൈനസ് ചെയ്ത് പൂജ്യമാക്കി നീ എന്ത് ദുഷ്പ്രവൃത്തി വേണമെങ്കിലും ചെയ്തോടോ, ഞാൻ അതെല്ലാം മാറ്റിത്തരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ ലോകമെന്ന് നമുക്കേവർക്കും ചിന്തിക്കാം. അതായത് നമ്മൾ എന്താണോ പ്രവൃത്തി ചെയ്യുന്നത് ആ പ്രവൃത്തിയുടെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. പിന്നെന്തിനാണ് ക്ഷേത്രങ്ങളിൽ പോകുന്നത്, നാമജപം ചെയ്യുന്നത് എന്നുള്ളത് ഏവരും ഒന്ന് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ ഋഷികളെല്ലാം തന്നെ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ പറയുന്ന ക്രിയകളെല്ലാം തന്നെ, നാമജപങ്ങൾ എല്ലാം തന്നെ, ക്ഷേത്രങ്ങളിൽ പോകുന്നു അവിടെ ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നു. ബുദ്ധി പറഞ്ഞു തരും ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, ചെയ്യരുത് എന്നുള്ളത്. ആ ബുദ്ധിക്ക് അനുസൃതമായിട്ട് നാം സഞ്ചരിക്കുന്നു, മുന്നോട്ട് നീങ്ങുന്നു. ഇത് തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ എത്രയാണോ അതൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. രാവിലെ എണീക്കുന്നു, യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകുന്നു, രാത്രിയാകുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ, വീണ്ടും വൈകിട്ട്, ഇങ്ങനെ തന്നെ നമ്മൾ കാലം കഴിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ ഒരു ചോദ്യം വന്നത്. അങ്ങനെ ഈ കർമ്മം കർമ്മഫലം എന്ന് നാം ചിന്തിച്ചാൽ തന്നെ കർമ്മം നേരെ പൂർവ്വജന്മത്തിലേക്ക് നമ്മുടെ മനസ്സ് പോയി. ഇനി പൂർവ്വജന്മത്തിലുള്ളത് ഇപ്പോൾ എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് വന്നില്ല, നാളെ കിട്ടുമോ എന്നിങ്ങനെ പലതരം കൺഫ്യൂഷനിൽ, വെസ്റ്റേൺ തോട്ട് പ്രോസസ്സിൽ അതിലൂടെ നാം ഇതിനെ കാണുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് വേദനകൾ വരുമ്പോൾ അനുഭവിച്ചേ മതിയാകൂ. സന്തോഷം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. വേദനകൾ വരുമ്പോൾ എന്തായാലും അനുഭവിക്കുന്നു. അറിഞ്ഞുകൊണ്ട് തീയെ തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളുമല്ലോ, അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ വേദനകൾ അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതെന്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇവഞ്ച്വലി നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ബുദ്ധിയെ പ്രചോദിപ്പിച്ച്, ഏവർക്കും അറിയാം ധിയോ യോനഃ പ്രചോദയാത്. അപ്പോൾ ധി ധാരണാവതി മേധ, ആ മേധാശക്തിയെ നല്ലവണ്ണം മുന്നോട്ട് കൊണ്ടുപോയി നല്ല ചിന്തയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ സനാതനധർമ്മം. അല്ലാതെ നമ്മൾ കാണിക്കുന്നതെല്ലാം കാണിച്ചു കൊള്ളുകയും എല്ലാ ദുഷ്പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാവിലെ ശിവന്റെ നടക്കി പോയി നമശിവായ ജപിച്ച് 3 പ്രദക്ഷിണവും ചെയ്ത ശേഷം ഇതെല്ലാം അങ്ങ് മാച്ചേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഏവർക്കും ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ മന്ത്രജപങ്ങളെല്ലാം തന്നെ, നാമജപങ്ങൾ എല്ലാം തന്നെ, പ്രാർത്ഥനകളെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നല്ലതിലേക്ക് നമ്മളെ നയിക്കുന്നു. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് ഏവരും മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.